ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ദിലീപ് എന്തൊക്കെ വന്നാലും കാർത്തികത്തെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് തന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയാണ്. അപ്പൊ ദിലീപ് തിരിച്ചു വരുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ തീരുമാനിച്ചത്, നീ ഇപ്പൊ എവിടെയൊക്കെ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദിലീപ് പറയുന്നുണ്ട്, ഞാൻ കിരണിനെ കാണാൻ വേണ്ടി പോയതാണ്. എടാ നിനക്കിപ്പോ അച്ഛന്റെ മരണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇന്ന് നിന്നെയും കൂടി നഷ്ടപ്പെടുത്താൻ വേണ്ടി എനിക്ക് വയ്യ. നീ എന്തിനാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്മേ? അവനെ പേടിച്ച് അകത്ത് തന്നെ ഇരിക്കാൻ പറ്റുമേ? കാര്യങ്ങൾ കാണാൻ വേണ്ടി പുറത്തേക്കൊക്കെ പോകണ്ടേ? അല്ല, നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഉദ്ദേശം എന്തുദ്ദേശം? എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ അവനെ എനിക്ക് തല്ലിക്കൊല്ലണം. മരണത്തിന് കാരണക്കാരനായവനോ? അപ്പോ നിന്റെ അച്ഛനെ വിചാരിച്ച പോലെ തന്നെ അവൻ കൊന്നതാണോ ആ കാർത്തികയുടെ ചേട്ടൻ ഗംഗപ്രസാദ്? അമ്മ, അവനെ കാർത്തികയുടെ ചേട്ടനും ചേട്ടനെന്ന് പറയല്ലേ. കാർത്തികയുടെ രണ്ടാം അച്ഛന്റെ മകൻ, അതായത് കാർത്തികയായിട്ട് ഒരു ബന്ധവുമില്ല. എന്തായാലും ബന്ധം കൊണ്ട് അവനില്ലെങ്കിലും കർമ്മം കൊണ്ട് അവൻ ചേട്ടനെ പോലെ തന്നെയാണല്ലോ. അവന്റെ അച്ഛന്റെ സ്വത്തുക്കൾ ഇവളെടുത്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ അവൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കണത്. അല്ല, അവൻ അത്ര സ്വത്തുക്കളും കാര്യങ്ങളും വേണോന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്വത്തുക്കൾ കൊടുത്താൽ പോരെ? അവർക്ക് സ്വത്തുക്കളും പണമൊന്നും ഇല്ലാത്തതൊന്നുമല്ലല്ലോ. ദേ, അവള് കൈ നീട്ടി വന്നാലും നീ സ്വീകരിക്കുമല്ലോ, ഒരു കുഴപ്പമില്ല, ഞാനും സ്വീകരിക്കും. അപ്പൊ ഉള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അവന് കൊടുത്തൂടെ? അമ്മേ നോക്ക്, അവന്റെ അച്ഛൻ, അതായത് ഗംഗപ്രസാദിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മി അമ്മയടുത്തും കാർത്തികടുത്തും പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും ബിസിനസ്സും കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല, നശിയാൻ പാടില്ല, ഗംഗപ്രസാദിന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. അവനത് നശിപ്പിക്കാൻ ഒരാഴ്ച മതി. അയാൾ അത്രമാത്രം ജീവിതത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവങ്ങളാണ്. അത് ചേർത്ത് വെക്കാൻ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തികയും നോക്കിയിട്ടുള്ളൂ. കാർത്തികക്കോ ലക്ഷ്മിക്കോ പണത്തിനോടോ പൊന്നിനോടോ ഒരു ആക്രാന്തം പോലും ഇല്ല. പിന്നെ ഗംഗപ്രസാദ്, അവനെ കൊല്ലണമെന്നുള്ളത് ഇപ്പൊ കാർത്തികയുടെ ലക്ഷ്മിയുടെ മാത്രം ആവശ്യമല്ല, എനിക്കുണ്ട്. അതുപോലെ തന്നെ കാട്ടുമൂപ്പനെ കൊന്നത് അവനാണ്. കാട്ടുമൂപ്പന്റെ മരുമകനും കാട്ടുമൂപ്പന്റെ മകൾക്കൊക്കെ അവനെ കൊല്ലാൻ അത്രമാത്രം ആഗ്രഹമാണ്. പിന്നെ കല്യാണിയുടെ അമ്മേനെ കൊന്നത് ഗംഗപ്രസാദാണ്. അവർക്കൊക്കെ ഗംഗനെ എങ്ങനെ കൊന്നാ മതി എന്ന് മാത്രമേ ഉള്ളൂ. അമ്മ നോക്കിക്കോ, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിരണും കൂട്ടനും ഗംഗനെ കണ്ടുപിടിച്ചിരിക്കും, അവനെ കൊന്നിരിക്കും എന്ന് പറയണം. അപ്പൊ ദിലീപിന്റെ അമ്മ പറഞ്ഞത്, നിനക്ക് അത്രമാത്രം അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മോനെ. നീ ഒരു കാര്യം ചെയ്, അവൻ മരിച്ചു എന്ന് സത്യസന്ധമായിട്ട് അവൻ ചിതയിലേക്ക് എഴിഞ്ഞു എന്ന് കാണുന്ന കാഴ്ച വരെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അവൻ മരിച്ചു എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് മനസ്സറിഞ്ഞ് സമ്മതം മൂളുള്ളൂ എന്ന് പറയുമ്പോൾ ദിലീപ് പറയുന്നുണ്ട്, അമ്മേ എങ്കിൽ അമ്മ സമ്മതം മൂളാൻ കാത്തിരുന്നു. ഉടനെ തന്നെ അമ്മയുടെ ചെവിയിലേക്ക് ആ മരണ വാർത്ത എത്തും. ഗംഗപ്രസാദ് ആ കൊലയാളി മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത എന്നൊക്കെ ദിലീപ് പറയുന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. ദിലീപിന്റെ അമ്മക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ്. ഈശ്വര, എന്റെ മോൻ ഇത് എന്ത് വിചാരിച്ചിട്ടാണ്, ഇനി ഇവനെയും കൂടി നഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ജീവനോട് ഇരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണാണെന്നുണ്ടെങ്കിൽ കല്യാണി ഇങ്ങനെ ചോദിക്കേണ്ട, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ കിരണേട്ടാ, അച്ഛൻ അമ്പലത്തിൽ പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ കിരണേട്ടാന്ന് പറയുമ്പോൾ, കല്യാണി നീ ടെൻഷനൊന്നും ആവണ്ട, നോക്ക് വേറെ ആർത്തും ഈ കാര്യം പറയണ്ട, പ്രത്യേകിച്ച് കാർത്തിക എടുത്തും ലക്ഷ്മി അമ്മ എടുത്തു. എന്താ കിരണേട്ടാ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പേടിക്കാനൊന്നുമില്ല. കാർത്തികയുടെ വിവാഹം അത്രമാത്രം കൊതിച്ചാഗ്രഹിച്ചിരുന്നതാണല്ലോ നിന്റെ അച്ഛൻ, അറിയാലോ. ഭക്ഷണം പോലും കഴിക്കാതെ ഗേറ്റിന് മുമ്പിൽ അവൻ വരുന്നത് നോക്കിയിരുന്നതാണ്. പെട്ടെന്ന് കാർത്തിക വിവാഹം നടക്കില്ലെന്ന് കേട്ടപ്പോഴേക്കും ആൾക്ക് വല്ലാത്തൊരു ഷോക്ക് പോലെ. ആള് ബോധം കെട്ട് വീണു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അയ്യോ, അച്ഛന് വല്ല പ്രശ്നവും ഇല്ല കല്യാണി, ഒരു പ്രശ്നവും ഇല്ല, ഡിസ്ചാർജ് ചെയ്ത് ശരിക്കും വരാം. ഞാൻ പറഞ്ഞു വരണ്ട, ഒരു ദിവസം കൂടെ അവിടെ കിടക്കട്ടെ എന്ന്. കാരണം ഇവിടെ വന്നിട്ട് എല്ലാവരുടെ വിഷമവും കാര്യങ്ങളും കാണുമ്പോൾ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. അതുകൊണ്ട് അച്ഛനോട് ഇരിക്കട്ടെ കല്യാണി, അച്ഛന് ഒരു കുഴപ്പവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ കല്യാണം നടക്കുമെന്നും ഞങ്ങൾ ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. ദിലീപ് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അച്ഛന് നല്ല ആശ്വാസമായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് ആരും പോവാൻ നിൽക്കണ്ട, അച്ഛനൊന്ന് സമാധാനത്തോടെ അവിടെ ഇരിക്കട്ടെ. ഈ ഒരു അവസ്ഥയിൽ അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കണം തന്നെയാണ് നല്ലത്. പിന്നെ ബൈജു ഹരിയേട്ടനൊക്കെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ഇപ്പൊ ഇത് കാർത്തിക അടുത്ത് പറയണ്ട, കാർത്തിക് അത് വല്ലാത്ത വിഷമാകും എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയണ്ട, എന്നാലും എനിക്ക് എൻ്റെ അച്ഛനൊന്ന് പോയി കാണണമെന്ന് പറയുമ്പോൾ, ശരി നീ ഒന്ന് പോയി കണ്ടോ എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കണ ഗംഗപ്രസാദിനെയാണ്. ഗംഗപ്രസാദ് കൂട്ടുകാരുടെ മുമ്പിൽ പൊട്ടിച്ചിരിക്കാട്ടോ. എന്തൊക്കെയായിരുന്നു അവളുടെ ഒരു അഹങ്കാരം. എന്തൊക്കെ പറഞ്ഞാലും വിവാഹം നടക്കും, വിവാഹത്തിനെ കാട്ടിന്ന് ആൾക്കാർ വരുന്നു, കുറെ പേര് എന്നെ കൊല്ലാൻ വേണ്ടി പുറകെ നടക്കുന്നു, ഗേറ്റിന്റെ ഫ്രണ്ടിൽ അവളുടെ അച്ഛൻ കാവലായിട്ട് നിൽക്കുന്നു, എന്നിട്ട് എന്ത് സംഭവിച്ചു, വിവാഹം മുടങ്ങിയില്ലേ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദിന്റെ കൂടെയുള്ള ഗുണ്ട ചോദിക്കണ്ടേ, അല്ല ഗംഗ, ഇനിയിപ്പോ വിവാഹം പെട്ടെന്ന് തന്നെ അവർ വേണോന്ന് വെക്കോ? ആ വിവാഹം വേണോന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നില്ല. ദിലീപിന്റെ അമ്മേ പറയാണ്, അവളെപ്പോലത്തുള്ള മരുമകളെ വേണ്ടാന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു.
അങ്ങനെ ഗംഗ പറയുന്നുണ്ട് ഒരിക്കലും ആ വിവാഹം പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല. മാത്രല്ല ആ വിവാഹം നടക്കുമെന്നും എനിക്ക് തോന്നണില്ല. ഇപ്പൊ അവളുടെ മനസ്സിലെ നല്ല പേടിയുണ്ട്. ഞാൻ എങ്ങാനും അവളെ കൊല്ലോ, അവനൊക്കെ ഇനി വിവാഹം കഴിക്കാൻ വന്നവനെ കൊല്ലോ എന്നൊക്കെ നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു കല്യാണത്തെ കുറിച്ചൊന്നും അവരെ ആലോചിക്കുമെന്നും തോന്നുന്നില്ല എന്ന് പറയാണ്. അതേസമയം കിരണും വേലും വേലും അതുപോലെ രതീഷും ദിലീപും കൂടി ചേർന്നിട്ട് ഗംഗപ്രസാദിനെ അന്വേഷിച്ച് ഇറങ്ങുവാട്ടോ. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനോട് അവൻ പോയ വഴിയിലൂടെ CCTV ഒക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ ഏകദേശം ഒരു ഐഡിയ തന്നിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. ഒരു പുല്ലിന്റെ ഒരു നെല്ല് കൃഷി ചെയ്യുന്ന ഒരു പാടത്തിന്റെ അടുത്താണ് അവനുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം, ഏകദേശം അവൻ ആ ഭാഗത്ത് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് എന്ന് കിരണും പറയുന്നുണ്ട്. അങ്ങനെ കിരൺ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുക കേട്ടോ. അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് ഗംഗപ്രസാദ് കേട്ടോ. ഗംഗപ്രസാദ് വിചാരിക്കുന്നില്ല ആ ഭാഗത്ത് അവര് കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഗംഗപ്രസാദ് ഓർക്കുന്നില്ല കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് കിരണും രതീഷും അതുപോലെ തന്നെ നമ്മുടെ വേലും ഒക്കെ തന്നെ വരുന്നത് കേട്ടോ. അവരെ പെട്ടെന്ന് മുമ്പിൽ കാണുമ്പോഴേക്കും ഗംഗക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗംഗയുടെ തൊട്ടു മുമ്പിൽ വേലുവാണ് നിൽക്കുന്നത്. ഗംഗപ്രസാദ് അങ്ങോട്ട് തിരിഞ്ഞാലോ ഇങ്ങോട്ട് തിരിഞ്ഞാലോ വേലുവിന്റെ കയ്യിലെ കത്തി കൊണ്ട് കറക്റ്റ് ആയിട്ട് അവൻ തന്റെ നെഞ്ചത്ത് തന്നെ ആ കത്തി എറിയും. കാരണം ആ കത്തി ഒന്ന് തൊട്ടാൽ മതി, ചോര പൊടിയാണ്, അത്രയും മൂർച്ചയുടെ കത്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗംഗക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഗംഗ പറയണ്ട, നോക്ക്, എന്നെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇത് കേൾക്കേണ്ടി വരും. എനിക്ക് എന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ പുറത്തുണ്ട്, അവര് നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല. കിരൺ പറയുന്നുണ്ട്, പിന്നെ നീ മരിച്ച നിന്റെ സുഹൃത്തുക്കൾ പകരം വീട്ടാൻ വരാൻ പോലെ 1-2 ദിവസം വരും. അത് കഴിഞ്ഞിട്ട് അവന്മാർക്ക് വേറെ പണിയൊക്കെ ഉണ്ട്, അവന്മാരങ്ങ് പോകും. പിന്നെ നിന്നെ അങ്ങനെ വെറുതെ വിടാന്ന് വിചാരിച്ചിട്ടില്ലടാ, ഇന്ന് നിന്റെ മരണ ദിവസമാണ് എന്ന് പറയാണ്. എന്നെ കൊല്ലാനായിട്ട് നീ ആയിട്ടില്ല കിരണേ. ഞാൻ ആയിട്ടില്ലെന്നോ? എടാ, ഞാൻ ഒരാള് മതി നിന്നെ കൊല്ലാൻ. പക്ഷെ നിന്നെ കൊല്ലാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട് നീ മരിച്ചു കിടക്കണ കാണാനായിട്ട്. ആ കാഴ്ചയടാ ഇനി ഞാൻ അവരെ കാണിക്കാൻ പോണത്. ദിലീപിന്റെ അച്ഛന്റെ ചിത അടങ്ങിയേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നിന്റെ മരണം സംഭവിക്കണം. കല്യാണിയുടെ അമ്മയ്ക്ക് വേണ്ടി, ദിലീപിന്റെ അച്ഛനെ വേണ്ടി, കാട്ടിലെ മൂപ്പനെ വേണ്ടി, അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ നീ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി. അമലുവിനെ നീ ചതിച്ചില്ലടാ, അവർക്കൊക്കെ വേണ്ടി എന്ന് പറയാണ്. അതെ, ഞാൻ ചതിച്ചു, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കണം. നീ ഇന്ന് ജീവനോട് ഇരിക്കാൻ പാടില്ലടാ, നിന്റെ മരണം ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ നീ വിഷമിക്കണ്ട കേട്ടോ, നിന്റെ ഡെഡ് ബോഡിയെ ഞങ്ങൾ അങ്ങനെ കോർപ്പറേഷനിൽ ഏൽപ്പിക്കുമൊന്നുമില്ല. ആഘോഷത്തോടെ എന്താണ് നല്ല ചെണ്ടമേളമൊക്കെ വെച്ച് നല്ല ബാൻഡൊക്കെ വെച്ച് ആഘോഷത്തോടെ വെടിയൊക്കെ പൊട്ടിച്ച് നിന്റെ മരണം നമ്മൾ ഡാൻസ് കളിച്ച് ആഘോഷിച്ച് ചിതയിലേക്ക് തീ വെക്കോടാ. അതുകൊണ്ട് നീ പേടിക്കണ്ട, അനാഥനായിട്ടൊന്നുമല്ല നീ മരിക്കാൻ പോണത്. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ നിന്റെ മരണം ആഘോഷിക്കും. നിന്റെ മരണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവർക്കും, എല്ലാ പാവങ്ങൾക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്, ഇത് ആഘോഷിക്കാൻ പോവാണ്. ഞങ്ങൾ മാത്രല്ല, തമിഴ്നാട്ടിലുള്ളവരും നീ നശിപ്പിച്ച കുടുംബങ്ങൾ എത്രയാണോ അവരെല്ലാം ആഘോഷിക്കാൻ പോകുന്ന ദിവസമാടാ എന്നൊക്കെ പറഞ്ഞിട്ട് കിരണും കൂട്ടരും കൂടി ചേർന്ന് നമ്മുടെ ഗംഗേനെ തീർക്കാൻ പോകുന്ന എപ്പിസോഡ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.